ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും പറയായിരുന്നു അതൊന്ന് രാജിവെക്കട്ടെ, രാജിവെക്കുന്ന തലേദിവസം വരെ ഞാൻ പറഞ്ഞു. പക്ഷേ വേറെ ഒന്നിലേക്ക് പോകാൻ ഞാൻ ആലോചിച്ചിരുന്നില്ല സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പോകുന്നവരല്ലാണ്ട്. അപ്പോൾ ഒരു ദിവസം മുരളിയേട്ടൻ പറയുകയും ചെയ്യുന്നത്, നീ അങ്ങ് പൊക്കോ, നീ ഇത്രയും മാനസിക വിഷമം കൊണ്ട് ഇതിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ വരെ പറഞ്ഞ ആളാ മുരളി. ഒരിക്കൽ കൂടി ഇങ്ങനെ വിഷമിച്ച് ഇവിടെ നിൽക്കേണ്ട പൊക്കോ എന്ന് പറഞ്ഞു ശ്രീ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. കെ മുരളീധരനോട് തൻ്റെ ആശങ്കകൾ പങ്കുവച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ നിൽക്കണ്ട, പൊയ്ക്കൊള്ളൂ എന്നുള്ള അനുവാദം നൽകി. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പറയുന്നത് സഹോദരി എന്നുള്ള സ്ഥാനത്തിന് പത്മജ അർഹയല്ല, ഇനി കണക്കാക്കുന്നേ ഇല്ല എന്ന്. ശ്രീ ജയരാജ്, പത്മജ വേണുഗോപാലിൻ്റെ ചുവടുമാറ്റം വലിയ രീതിയിലുള്ള ആഘാതങ്ങളൊന്നും കോൺഗ്രസിന് സൃഷ്ടിക്കില്ല എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടതാണ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായത്. വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ തൃശ്ശൂർ, വടകര എന്നുള്ള 2 മണ്ഡലങ്ങൾ നോക്കിക്കഴിയുകയാണെങ്കിൽ നമുക്കറിയാം വടകരയിൽ ശൈലജ ടീച്ചറിന് ശക്തനായ ഒരു എതിരാളിയായിരുന്നു കെ മുരളീധരൻ. മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ കളിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് വക നൽകുന്ന കാര്യം തന്നെയായി മാറുകയല്ലേ? അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ഇപ്പോൾ ഷാഫി പറമ്പിൽ ആദ്യമേ അതിന് വിമുഖത കാണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു വിമുഖത കാണിച്ചത്. കാരണം ഉറപ്പാണ് പരാജയമല്ലേ. കാര്യം കെ ശൈലജയെ പോലെ വളരെ പ്രശസ്തയായ ഏബിളായിട്ടുള്ള വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് കഴിഞ്ഞ മിനിസ്ട്രിയിൽ കാഴ്ചവെച്ചൊരു മന്ത്രി, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടീച്ചറമ്മ എന്നൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ശൈലജ ടീച്ചർക്കെതിരെ ഒരു കൊച്ചു പയ്യനാണ്. കൊച്ചു പയ്യൻ, വലിപ്പ ചെറുപ്പത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയാണ്. ഇപ്പോൾ കെ മുരളീധരനാണ് അവിടെ മത്സരിച്ചെങ്കിൽ പോലും നല്ലൊരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായേനെ, നല്ലൊരു മത്സരം അവിടെ നടന്നേനെയായിരുന്നു. പക്ഷേ നമുക്ക് തിരഞ്ഞെടുപ്പല്ലേ, ഫലങ്ങളൊന്നും പ്രവചനാതീതമാണല്ലോ. എപ്പോഴും എങ്ങനെയാണ് ഇപ്പം മുരളീധരനായിരുന്നെങ്കിൽ മുരളീധരൻ ജയിച്ചേനെ അല്ലെങ്കിൽ കെ ശൈലജ ടീച്ചർ ജയിച്ചേനെ എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ അത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ അവിടെ ബ്ലീക്ക് ആയിരിക്കുകയാണ്, ഒന്നുകൂടെ ബ്ലീക്കായി. ഇപ്പം നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ശൈലജ ടീച്ചറിന് തന്നെയാണ് മേൽക്കൈ എന്ന് ആ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ വേറെ ചില പരാമർശങ്ങൾ ഇവിടെ നടന്നത് നമ്മളിവിടെ പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണുന്ന വിഷയങ്ങൾ ഹലോ പറഞ്ഞോളൂ. തൊഴിലില്ലായ്മ, കർഷക സമരം, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത്. ഇന്ത്യ മുന്നണി ചർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഴയ മുദ്രാവാക്യങ്ങളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന ഒരു സമയമായി മാറിയിരിക്കുന്നു. കാരണം തൊഴിലില്ലായ്മ അതിരൂക്ഷമായ രീതിയിൽ അതെല്ലാം എടുത്തു ഉയർത്തുന്നുണ്ട്. പക്ഷേ കാരണമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് പോലും ഒരു ഒത്തൊരുമയില്ലല്ലോ. അത് നമ്മൾ ദേശീയ തലത്തിൽ കാണുകയില്ലേ. ഇതിപ്പോൾ കേരള രാഷ്ട്രീയത്തിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മാറി മാറി വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം അത് ഇത്തവണയും പ്രതിഫലിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. എന്തായാലും താങ്കളിലേക്ക് എത്താം. ശ്രീ സേനാപതി വേണു, ഇവിടെ അതുമാത്രമല്ല പത്മജ വേണുഗോപാൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഈ അഭിമുഖത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് ചില പ്രീണന ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് ഏതു രീതിയിലായിരിക്കണം തങ്ങളുടെ അതായത് പൊതുസമൂഹത്തിന് മുന്നിൽ തങ്ങൾ ഇറങ്ങിച്ചെല്ലേണ്ടത്, ചന്ദനക്കുറി തൊടാൻ ഭയമായിരുന്നു എന്നവർ പറയുന്നുണ്ട്. ചന്ദനക്കുറി തൊട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തങ്ങളെ രൂക്ഷമായി നോക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യത്തിലും കാസർഗോഡ് അദ്ദേഹം MP ആയി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറുകയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ആ കറുത്ത കുറി എങ്ങനെയാണ് മാഞ്ഞത് എന്നൊക്കെയുള്ളത്. ഇപ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ ഈ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ ഇത് ചില സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കാനുള്ള ഒരു തന്ത്രമായി കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയല്ലേ. നമുക്ക് ആ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരു ചന്ദനക്കുറി ഒട്ടാൽ അല്ലെങ്കിൽ ഒരു ഇതായാലൊക്കെ ഞാൻ അതുകൊണ്ട് പലപ്പോഴും പേടിച്ച് ഞാൻ ചന്ദനക്കുറി തൊടാറില്ല. എനിക്ക് ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അത് തൊട്ടാൽ ഉടനെ അവരിങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞാൽ ഞാൻ പോയി ഉള്ളിൽ പോയി തുടച്ചിട്ട് പുറത്തേക്ക് വരും. ശ്രീ സേനാപതി വേണു, ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അയോധ്യ വിഷയത്തിലടക്കം പലസ്തീൻ വിഷയത്തിലടക്കമൊക്കെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് പ്രവർത്തകർ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. ഈ ചന്ദനക്കുറി തൊടുന്നത് ഭയക്കുന്നത് നിങ്ങൾ ആരെയാണ്? അല്ല, അത് രോഹിണി എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂർക്ക് പോകുന്ന ആളായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ.
അദ്ദേഹം പൂജ നടത്തുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ കളിയാക്കാനും ഒക്കെ ആയിട്ട് നവമാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ആ കരുണാകരന്റെ മകള് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി ഇല്ല എന്നുള്ളത് അല്ല, ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയായിരുന്നു. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂർ അമ്പലനടയിൽ അദ്ദേഹം ഉണ്ടാകും. പക്ഷേ ആർക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രാവീണ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറി, ചില രാഷ്ട്രീയ ശക്തികളുടെ നിലപാടുകൾ മാറി, നയങ്ങൾ മാറി, ചിലരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് വോട്ട് ബാങ്ക് ലഭ്യമാകുകയുള്ളൂ എന്ന് മനസ്സിലായി. വർഷങ്ങളുടെ ആ ഒരു നയ വ്യതിയാനം കാഴ്ചയിൽ കാണുന്നുണ്ട് സമൂഹത്തിൽ. ഇല്ല രോഹിണി, കരുണാകരനെ ഗുരുവായൂർ അമ്പലത്തിൽ തടഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരോ അതല്ലെങ്കിൽ നിരീശ്വരവാദികളോ ഒന്നുമല്ല. അവിടെ കരുണാകരനെ തടഞ്ഞിട്ടുള്ളത് BJPയുടെ മഹിളാ വിഭാഗമായ മഹിളാ മോർച്ചയുടെ നേതാവ്, ഞാൻ അവരുടെ പേരിപ്പോ പെട്ടെന്ന് ഇപ്പൊ എന്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല, അവരുടെ നേതൃത്വത്തിൽ ആ ലീഡർഷിപ്പ് കെ കരുണാകരനെ തടഞ്ഞിട്ടുള്ളത്. അതല്ലാതെ വേറെ ആരെങ്കിലും പോയി കെ കരുണാകരനെ തടഞ്ഞിട്ടുണ്ടോ? അപ്പോ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ നമുക്ക് സ്വയം ഒരു തോന്നൽ വരികയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ ആളുകൾ ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അത് പറയുമ്പോൾ അതിനോടനുബന്ധമായിട്ട് എൻ്റെ സ്നേഹിതൻ ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ സൂചിപ്പിച്ച 2 കാര്യം. ഒന്ന്, ഞാൻ ഷാനിമോൾ ഉസ്മാനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം, ഞാൻ അവരുടെ ഒരു മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട്, അവരൊരിക്കലും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തോക്കുന്ന ആളല്ല. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ CPMന്റെ ഒരു കോട്ടയിൽ നിന്ന് ജയിച്ചതാണ്. 2019 A ആരിഫ് അരൂരിൽ നിന്ന് അരൂരിലെ MLA ആയിരുന്നു. അദ്ദേഹം ആലപ്പുഴയിൽ പാർലമെന്റ് സീറ്റിലേക്ക് ജയിച്ചു കഴിഞ്ഞപ്പോൾ അരൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവര് CPMന്റെ എല്ലാ ചതുരുപായങ്ങളെയും, VT തോമസിന്റെ വാക്കുകളെ കടമെടുത്ത ചതുരുപായങ്ങളെയും അതിനെ അതിജീവിച്ചുകൊണ്ട് അവര് അരൂര് അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ച ഒരാളാണ്. ഞാൻ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ട്രാറ്റജി. ഞാൻ സന്ദീപ് വാര്യരോട് ചോദിക്കുന്നു, സന്ദീപ് വാര്യരെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മത്സരിച്ച നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്തിനാ ഇപ്പൊ ആലപ്പുഴയിലേക്ക് പോരേണ്ട കാര്യം ഉണ്ടായത്? ഞാൻ ചോദിക്കുന്നു, അങ്ങ് ചോദിക്കുന്നു KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലെങ്കിൽ വേറൊരാള് വടകരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന സ്ഥാനാർത്ഥിത്വത്തെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, എന്തിനാ ഈ രാജീവ് ചന്ദ്രശേഖർ ഇത്രയും കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് വന്നത്? തിരുവനന്തപുരത്ത് എന്താ മത്സരിക്കാൻ BJPക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണോ? ഇനി അങ്ങ് വനിതകളെ കോൺഗ്രസ് പരിഗണിക്കില്ല എന്ന് പറയുന്നു. പാതിരാത്രിയിൽ പാർലമെന്റ് വിളിച്ചുകൂട്ടി നമ്മൾ വനിതാ ബില്ല് പാസ്സാക്കിയല്ലോ. ആ പാസ്സാക്കി നിങ്ങളൊരു മാതൃകയ്ക്കെങ്കിലും BJP മത്സരിക്കുന്ന 16 സീറ്റിൽ 8 സീറ്റിൽ വേണ്ട, ഒരു 5-6 സീറ്റിലെങ്കിലും വനിതകൾക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ അതിന്റെ പകുതി, ഞങ്ങൾ അതിന്റെ ഒരു ക്രക്സ്, അതിന്റെ ഒരു അന്തസ്സത്തെ ജനങ്ങളോട് നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നല്ലോ. ഞങ്ങളാണ് വനിതാ ബില്ല് പാസ്സാക്കിയത്, അത് പാതിരാത്രിയിൽ ഞങ്ങൾ പാർലമെന്റ് ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ അതിർത്തിയിൽ യുദ്ധം പ്രഖ്യാപിക്കുന്ന പോലെയാണല്ലോ, എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന നിലയിൽ. എന്നിട്ട് ആ വനിതാ ബില്ല് പാസ്സാക്കിയ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിങ്ങളൊരു 30% വനിതകൾക്ക് കൊടുത്ത്, പകുതി വേണ്ട, കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ചർച്ചയിൽ പറയുകയാണ് എങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കാം. പിന്നെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ ജയരാജ് പറഞ്ഞു, ജയരാജ്, അങ്ങേ ചരിത്രമാണ് എപ്പോഴും ആവർത്തിക്കപ്പെടുന്നത്. 1971 തെരഞ്ഞെടുപ്പിൽ സഖാവ് EK നയനാര് കാസർഗോഡ് 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഇന്ന് ഇടതുപക്ഷത്താ, ആ ചെറുപ്പക്കാരന്റെ പേര് രാമേന്ദ്രൻ കടന്നപ്പള്ളിയാ. EK നയനാരെ തോപ്പിച്ചുകൊണ്ടാണ് കടന്നപ്പള്ളി പാർലമെന്റിലേക്ക് പോയത്. അങ്ങയുടെ ദൃഷ്ടിയിൽ ഷാഫി പറമ്പിൽ പയ്യൻ, ആ പയ്യനാണ് മെട്രോമാൻ ശ്രീധരനെ 4000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ശൈലജ ടീച്ചർ ആനയാ കുതിരയാ, ടീച്ചർ അമ്മ എന്നുള്ള കാര്യത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആരാ? G സുധാകരൻ. ഞാൻ അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ഈ ടീച്ചർ അമ്മ എന്നുള്ള ഈ വിളിയൊക്കെ ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്ന് ഞാൻ പറഞ്ഞതല്ല, ഞാൻ സുധാകരന്റെ വാക്കുകളെ ആവർത്തിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നു. വടകരയിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഗൗരിയമ്മയെന്ന് വിളിച്ചൂടാ? ഞാനല്ലല്ലോ പറഞ്ഞത്, ഗൗരിയമ്മയെന്ന് വിളിച്ചൂടാണെങ്കിൽ താങ്കളുടെ ഈ ഞാനല്ലല്ലോ പറഞ്ഞത് ജയരാജേ, ഞാനല്ലല്ലോ പറഞ്ഞത്. അല്ല, താങ്കളല്ലേ കോട്ട് ചെയ്തത്? അല്ല, ഞാൻ താങ്കളല്ലേ കോട്ടെ? എന്താണ് അത്ര പുച്ഛം? സ്ത്രീകളോട് ഇത്ര പുച്ഛം എന്താണ്? ഇത് തന്നെയല്ലേ സന്ദീപ് വാര്യർ ചോദിച്ചത്?
താങ്കൾ സംസാരിക്കുന്നത് സ്ത്രീകളോട് സ്ത്രീകളെ അടച്ചാഭിഷേപിച്ചുകൊണ്ടുള്ള സംസ്ഥാനമാണ് താങ്കളുടേത്. താങ്കൾ ഒരു മെയിൻ ഞാനത് എടുത്തെടുത്ത് പറയുന്നു. താങ്കൾ എന്ത് പുച്ഛത്തോടെയാണ് പറഞ്ഞത് ടീച്ചർ അമ്മ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? വാക്ക് ഉപയോഗിച്ചത് അത് നേരത്തെ പറഞ്ഞത്. നേരത്തെ പത്മജ വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഉസ്മാനെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ സ്ത്രീവിരോധം ഉണ്ടെങ്കിൽ സ്ത്രീവിരോധം അത് അല്ല ശ്രീ ജയരാജ്, അത് ജി സുധാകരൻ തന്നെയല്ലേ പറഞ്ഞത്. അദ്ദേഹം ഒരു പൊതുവേദിയിൽ അത് പറഞ്ഞത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടത് തന്നെയല്ലേ. അങ്ങ് സ്ത്രീപക്ഷത്തിന്റെ വക്താവൊന്നും ആകല്ലേ. അങ്ങ് ജോസഫ് പുതുശ്ശേരിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേദിയിൽ ആ വേദിയിൽ വെച്ചുകൊണ്ടാണ് ജി സുധാകരൻ പറഞ്ഞത് ടീച്ചറമ്മ. ആരായി ടീച്ചറമ്മ? ഞാൻ പറഞ്ഞതാണോ? ഞാനത് ആവർത്തിച്ചത് തെറ്റാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഓക്കെ, ഞാനത് പിൻവലിക്കുന്നു. അപ്പൊ അങ്ങ് പറയുന്നത് ഞങ്ങളൊക്കെ എന്താ സ്ത്രീവിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, അങ്ങനെയൊന്നും സ്ത്രീവിരുദ്ധ പരാമർശമൊന്നും നടത്തുന്നവരല്ല ഞങ്ങൾ. പിന്നെ ഞങ്ങള് നിങ്ങളെ പോലുള്ള ആളുകൾ പറയുന്ന ഈ ജനങ്ങളുടെ വനിതാ ബില്ലിനെ കുറിച്ച് നടത്തിയ പരാമർശം ഓരോന്ന് എണ്ണി പറഞ്ഞു തരാം. വനിതാ ബില്ലിനെ കുറിച്ച് നടത്തിയ പരാമർശം അല്ല എന്റെ ചോദ്യമാണ്. അത് വളരെ 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 കുതിച്ചുചാട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആ ബില്ലിനെ 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വനിതാ ബില്ല്. ആ വനിതാ ബില്ലിനെ കുറിച്ച് പറഞ്ഞത് പാതിരാത്രി കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ആ ആറ്റിറ്റ്യൂഡ് അവിടെ എന്റെ ചോദ്യം ജയരാജ രാഷ്ട്രീയമാണ്. ആ ബില്ല് അവതരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടി അത് കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്റെ 50% സീറ്റ് വനിതകൾക്ക് കൊടുക്കുന്നില്ല. മൈ ക്വസ്റ്റ്യൻ ഈസ് എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഞാനതല്ല സ്ത്രീകളെ ആക്ഷേപിക്കാനോ മറ്റേതെങ്കിലും രീതിയിലുള്ള ആക്ഷേപമാണോ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യം രാഷ്ട്രീയമായ ചോദ്യമാണ്. ആ രാഷ്ട്രീയമായ ചോദ്യത്തിന് മറുപടി പറ. അതല്ലാതെ ഞാൻ ടീച്ചർമയെ നിന്നുള്ള വാക്ക് പറഞ്ഞത് ഞാനല്ല ആക്ഷേപമായിട്ട് ഉന്നയിച്ചത്. അത് മുൻ മന്ത്രി CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് അദ്ദേഹം തന്നെ പറയുന്ന ആലപ്പുഴയിൽ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് ഞാനാണെന്ന് അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹമാണ് ചോദിക്കുന്ന ഒരു പൊതുവേദിയിൽ ടീച്ചറമ്മ. ആരുടെ പേരാ ടീച്ചറമ്മ? ആരാ ടീച്ചറമ്മ എന്ന് ഞാൻ അതല്ലേ ചോദിച്ചുള്ളൂ. അതല്ല ഞാൻ എന്താ ആക്ഷേപം ഉന്നയിച്ചത്. അങ്ങനെ ആക്ഷേപങ്ങൾ പറയുന്നവരല്ല ഞങ്ങൾ. ദയവായി ക്ഷമിക്കുക. നമ്മളിവിടെ ഈ വേദിയിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കാം. അതിനൊന്നും എനിക്ക് ആക്ഷേപമില്ല. പക്ഷെ ഞാൻ പറയുന്നു, കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് അങ്ങനെ ആടി ഉലഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. KC വേണുഗോപാൽ KC വേണുഗോപാൽ അതിന് മുമ്പുള്ള 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 14-ലും അതിന് മുമ്പുണ്ടായ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവിടെ നിന്ന് വിജയിച്ച ആളാണ്. ശരി. അതല്ല ശ്രീ സേനാപതി വേണു, ഇവിടെ ഉന്നയിച്ചത് ചില മതചിഹ്നങ്ങൾ പാടില്ല എന്ന് ശഠിക്കുന്നത് ആര് എന്നുള്ളതായിരുന്നു. ശ്രീ സേനാപതി വേണു, ഇവിടെ ചന്ദനക്കുറി ഭയക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ്. ശരീരഭാഷയിൽ പോലും ചില പ്രീണന രാഷ്ട്രീയം ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ആരാണ്? ബഹുമാനിയായ പത്മജ വേണുഗോപാൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ച് എനിക്കറിവില്ല. കാരണം ഞാൻ മധ്യ തിരുവിതാംകൂറിൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഞാൻ ഈ ജില്ലകളിലൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനമായിട്ട്. എനിക്ക് അങ്ങനെ ഒരു ഭീതിയോ ഭയോ അവർക്കുണ്ടായി എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഇന്റർവ്യൂവിലാണ് കേൾക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഏതായാലും എന്റെ അറിവിൽ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ അയോധ്യ വിഷയം, അതിൽ നേതാക്കളടക്കം പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ പങ്കെടുക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉയരുകയും ചെയ്തു. അപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച ഒരു നിലപാട് അറിയാമല്ലോ. ആ നിലപാടിൽ എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഞങ്ങളെടുത്ത രാഷ്ട്രീയമായ ഒരു നിലപാടാണ്. ഞങ്ങൾ അയോധ്യയിലെ അമ്പലം പണിയെക്കുറിച്ചോ അതൊന്നും അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ സുപ്രീം കോടതി അവരുടെ വിധി പ്രകാരം നടന്ന ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം, ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ആയിരുന്നു ക്ഷേത്ര നിർമ്മാണം ഏറ്റെടുക്കേണ്ടത്. പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ ആ രാഷ്ട്രീയപരമായി നടന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ അന്നത്തെ ദിവസത്തെ ജനുവരി മാസം 22-ാം തീയതിയിലെ ചടങ്ങിലേക്ക് പോകണ്ട എന്നുള്ളത് ഞങ്ങൾ രാഷ്ട്രീയമായി എടുത്തൊരു തീരുമാനമാണ്. അതിനുശേഷം ഇനി വ്യക്തിപരമായി ആർക്കെങ്കിലും അവിടെ പോവുകയോ ആരാധനയിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഞങ്ങൾ എടുത്തത് ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ പരിപാടിയിൽ ഔദ്യോഗികമായി ആരും പോകണ്ട എന്നുള്ള തീരുമാനം എടുത്തത്. നമുക്ക് ഈ മധ്യ തിരുവിതാംകൂറിൽ ഇതൊരു പ്രശ്നമല്ലെങ്കിൽ പോലും നമുക്കറിയാമല്ലോ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ ഏത് നിലപാട് സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളത്. അതിന് മറുപടി ഉണ്ടോ?
അല്ല, അതെനിക്കറിയില്ല. അതിപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനെക്കുറിച്ചുള്ള മറുപടി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പല TV ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിൽ കമന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യം. ശരി, എന്തായാലും അത് വ്യക്തിപരം എന്ന് പറയാം. ശ്രീ സന്ദീപ് വാര്യർ, ഇത് വ്യക്തിപരം മാത്രമാണോ? അതല്ല, ഇത്തരത്തിലുള്ള ചന്ദനക്കുറികളോ പൊട്ടുകളോ ഒക്കെ വരുന്നതിനെ ഭയക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ അത്തരം മതചിഹ്നങ്ങൾ പാടില്ല, അത് തങ്ങൾ അത് ഇടുകയാണെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ വോട്ട് ലഭിക്കില്ല ചില മത സാമുദായിക ശക്തികളിൽ നിന്ന് എന്നുള്ള ഭയമുണ്ടോ? നോക്കൂ, ഇത് ആദ്യമായി ഇക്കാര്യം കേരളത്തിൽ തുറന്നു പറയുന്ന കോൺഗ്രസിലെ നേതാവ് പത്മജ വേണുഗോപാൽ അല്ല. നേരത്തെ എറണാകുളത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറി തൊടുന്ന ആളായതുകൊണ്ട് എനിക്ക് മേയർ സ്ഥാനം ലഭിച്ചില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ രീതിയിൽ എന്തൊക്കെയോ പരാമർശങ്ങൾ അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ ഇക്കാര്യം ഹിന്ദു ആയതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആദ്യത്തെ നേതാവ് അത് പത്മജ വേണുഗോപാൽ അല്ല. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി കാസർഗോഡ് എത്തുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നെറ്റിയിലെ കുറി മായ്ക്കേണ്ടി വരുന്നത്. അതിന് ഉണ്ണിത്താൻ പറയുന്ന ന്യായീകരണമൊക്കെ നിലനിൽക്കുന്നതല്ല എന്നുള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. എത്രയോ കാലമായി കറുത്ത കുറി തൊട്ട് കൊട്ടാരക്കരയിലെ കുറി തൊട്ട് മാത്രം കണ്ടിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എത്തിയപ്പോൾ ഉണ്ണിച്ചയായി മാറി. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിച്ചയായി മാറുകയും ഉണ്ണിച്ച കുറി മായ്ക്കുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ, TN പ്രതാപനെ പോലെ ഈ കോൺഗ്രസിന്റെ നേതാക്കളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ മുസ്ലിം പ്രീണനം നടത്തുക എന്നുള്ളതാണ്. അത് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാം. അത് രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും രാഷ്ട്രീയ മൃഷ്ടാന്നം എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനത്തിലാണ് എന്നുള്ളത് എത്രയോ കാലമായി നമുക്ക് അറിയുന്നതാണ്. അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണല്ലോ മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യാവകാശി മുസ്ലിങ്ങളാണ് എന്ന് പ്രസംഗിച്ചത് ആരാ? പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. സംഘടിതമായിട്ടുള്ള മതന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. ആ മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഷബാനു കേസിന്റെ വിധി വന്ന സമയത്ത് മൃഗീയമായ ഭൂരിപക്ഷം പാർലമെന്റിൽ ഉപയോഗിച്ചുകൊണ്ട് ആ നിയമത്തെ മാറ്റിമറയ്ക്കുന്ന സമീപനം രാജീവ് ഗാന്ധി സ്വീകരിക്കുകയും അതിന്റെ വലിയ അലയൊലികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇതൊക്കെ സേനാപതി വേണുവിന് അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഷാനിമോൾ ഉസ്മാനെതിരായി അദ്ദേഹം പറഞ്ഞ കാര്യം അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ ഒന്ന് അദ്ദേഹം മയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ട്രപ്പീസ് കളിക്കാരന്റെ ഒരു മെയ്വഴക്കത്തോടുകൂടി സേനാപതി വേണു അദ്ദേഹം അത് എന്താ പറയുക ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ അദ്ദേഹം ഉന്നയിച്ചത് ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് BJPയുടെ ലിസ്റ്റിൽ എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. BJP ആകെ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് 12 സ്ഥാനാർത്ഥികളെയാണ്. ആ 12-ൽ 3 പേർ സ്ത്രീകളാണ്. 12 സ്ത്രീകളെ BJP പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 3 പേർ സ്ത്രീകൾ. കോൺഗ്രസ് 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേവലം ഒരാളാണ് സ്ത്രീ ആയിട്ടുള്ളത്. CPM 15 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേവലം 2 പേരാണ് സ്ത്രീകളായിട്ടുള്ളത്. നോക്കൂ, ഞങ്ങൾ ഇനിയും 4 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയാണ്. അപ്പൊ 12 സീറ്റിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ 3 സ്ത്രീകൾക്ക് ഇവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. രാഷ്ട്രീയമായി അതിനനുകൂലമായിട്ടുള്ള സാധ്യത വരുന്ന സമയത്ത് ഞങ്ങൾ അതിൽ കൂടുതൽ പേർക്ക് സീറ്റ് കൊടുക്കും, ഒരു സംശയവും വേണ്ട. കാരണം വനിതാ സംവരണ ബില്ല് ഒരു കമ്മിറ്റ്മെന്റായി രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകളോടുള്ള ഞങ്ങളുടെ കമ്മിറ്റ്മെന്റായി ഞങ്ങളത് പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തതാണ്. എത്രയോ ദശാബ്ദക്കാലമായി ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ ആ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പാട്രിയാർക്കൽ സമീപനമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ സ്വഭാവം കാരണം നമ്മുടെ രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാകാതെ പോയിട്ടുള്ള വനിതാ സംവരണ ബില്ല് ആർജവത്തോടുകൂടി പാസ്സാക്കിയെടുത്ത നേതാവിന്റെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ്. അദ്ദേഹം സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അദ്ദേഹത്തിന്റെ എല്ലാ നയപരിപാടികളിലും ഭരണപരമായിട്ടുള്ള സമീപനങ്ങളിലും ഒരു സ്ത്രീ സൗഹൃദ സമീപനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഉജ്ജ്വല യോജനയാണെങ്കിലും ശുചിത്വ ഭാരത് സ്വച്ഛ ഭാരത് പദ്ധതിയാണെങ്കിലും ടോയ്ലറ്റ് നിർമ്മാണമാണെങ്കിലും ജൻ ഔഷധി മൂലമുള്ള നാപ്കിൻ വിതരണമാണെങ്കിലും എല്ലാം ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ സഹോദരിമാരെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്, അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തുടങ്ങുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ റേഷൻ കാർഡുകളിൽ ആദ്യമായി ഗൃഹനാഥയുടെ പേരിൽ റേഷൻ കാർഡ് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അങ്ങനെ ഇന്ത്യൻ സ്ത്രീക്ക് കരുത്ത് നൽകിയത്, അവൾക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള കരുത്ത് നൽകിയത്, ഒരുപക്ഷെ ഭർത്തൃ വീട്ടുകാരുടെ പീഡനങ്ങളിൽ നിന്ന് പോലും രക്ഷ നേടാനുള്ള ഒരു ആയുധമായി അവളെ വീട്ടിൽ നിന്നും ആരുമില്ലാത്തവരായി അടച്ചിറക്കാനുള്ള ഭർത്തൃ വീട്ടുകാരുടെ ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം ഇപ്പൊ എന്താണെന്ന് സേനാപതി വേണുവിന് അറിയോ? കാരണം ആ വീട്ടിലെ ഗൃഹനാഥയുടെ പേര് ആണ് ഇപ്പൊ റേഷൻ കാർഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ ഗൃഹനാഥയുള്ള പേരുള്ള ആൾ ആ കാർഡ് അവർ വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ റേഷൻ കിട്ടാത്ത സാഹചര്യം നരേന്ദ്രമോദി ഉണ്ടാക്കി.
നിങ്ങൾ ഇത്രയും കാലം രാജ്യം ഭരിച്ചല്ലോ, നിങ്ങൾക്ക് എന്താ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാതെ വന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് എന്ന് കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ ഉത്തരേന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളും റിപ്പോർട്ട് ചെയ്തതിനു ശേഷം, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടത്തുന്ന പല പ്രതികരണങ്ങളിലും കേരളത്തിലെ ചർച്ച ചാനലുകളിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളല്ല, പൊതുവെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയമാണ് കാലങ്ങളായി പിന്തുടരുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പാട്രിയാർക്കൽ സമീപനമുള്ള കുറെ നേതാക്കളാണ്. അവർ സ്ത്രീകളെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ വളരാൻ സമ്മതിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ക്യാബിനറ്റിൽ വന്നിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് കൊടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ ഡിഫൻസും ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയവും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യയിലെ MHRDയും ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ വകുപ്പും അങ്ങനെ ഇന്ത്യയിലെ നിരവധി വകുപ്പുകൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് കൈകാര്യം ചെയ്തത്, എണ്ണപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തത് സ്ത്രീകളായിരുന്നു. ഇതിലും വലിയ അംഗീകാരം എന്താണുള്ളത്? സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി റിപ്പബ്ലിക് ചാനലിൽ പോയി അല്ലെങ്കിൽ ടൈംസ് നൗ ചാനലിൽ പോയി നടത്തി കൊടുക്കുമ്പോൾ, ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് 25 വട്ടം ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. അത് യാഥാർത്ഥ്യമാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ്. അതിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? അതുകൊണ്ടാണ് സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ അവർ സ്വീകരിക്കുന്നത്, വോട്ട് ചെയ്യുന്നത്. അതിലൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. വനിതാ സംവരണ ബിൽ അട്ടിമറിക്കാൻ വേണ്ടി നിന്നവരാണ് നിങ്ങൾ. സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്നവരാണ് നിങ്ങൾ. രാജ്യസഭയിലെ കൃത്രിമമായിട്ടുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന നിയമങ്ങൾ രാജ്യസഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിച്ചവരാണ് നിങ്ങൾ. മുത്തലാഖ് ഉൾപ്പെടെയുള്ള കരി നിയമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യൻ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടപ്പോൾ അതിനെതിരായി മതപൗരോഹിത്യത്തിന് വേണ്ടി ബാറ്റേന്തിയവരാണ് നിങ്ങൾ. ഷബാനു കേസ് വിധി ഉൾപ്പെടെയുള്ളവർ അതിന് ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറിമായ്ക്കുന്നതിൽ, നിങ്ങളുടെ നേതാക്കന്മാർ ഭയപ്പെട്ട് കുറിമായ്ക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം നിങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനമാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അത് മുസ്ലിങ്ങളെ കുഴപ്പമല്ല, കോൺഗ്രസിന്റെ കുഴപ്പമാണ്. കോൺഗ്രസ് അവരെ പ്രീണിപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു, വോട്ട് ബാങ്കിനെ തങ്ങളുടെ ഒപ്പം നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മുസ്ലിം മതപൗരോഹിത്യത്തിനെ പിന്തുണയ്ക്കുന്നു. സാധാരണക്കാരനായ ഒരു മുസ്ലിമിന്, ഈ രാജ്യത്ത് ഒരു മുസ്ലിമിനും കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. കാരണം സാധാരണക്കാരനായ മുസ്ലിമിന്റെ ഈ രാജ്യത്തെ പ്രശ്നം എന്താ? അവന് വീടില്ലാത്തത് അവന്റെ പ്രശ്നമാണ്, അവന് കുടിവെള്ളമില്ലാത്തത് അവന്റെ പ്രശ്നമാണ്, അവന് നല്ല റോഡില്ലാത്ത അവന്റെ പ്രശ്നമാണ്, അവന്റെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ലാത്ത അവന്റെ പ്രശ്നമാണ്, അതുപോലെ തന്നെ മികച്ച സംവിധാനങ്ങൾ, ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളില്ലാത്ത അവന്റെ പ്രശ്നമാണ്. ഈ രാജ്യത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമില്ലാത്തവനും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ തന്നെയാണ് മുസ്ലിങ്ങളുടെയും പ്രശ്നം. പക്ഷേ ഇവർ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ മതപരമായ കാര്യമായിരുന്നു. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം മതം മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് എന്ന ആഖ്യാനം കൊണ്ടുവന്ന് അവരെ ഈ രാജ്യത്തിന്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റിയത്, ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് അവരെ മാറ്റിയത് കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയമാണ്. അതിന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം മലബാറിലെ ചില ജില്ലകളിൽ പോയ സമയത്ത് ചില മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നോക്കൂ, ഇസ്ലാമിക വിശ്വാസപ്രകാരം ബിസിനസ് ചെയ്യാനുള്ള അവസരം ആദ്യമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൊടുത്താരാണ്? അത് നരേന്ദ്രമോദി. എങ്ങനെയാണ് സംഭവിക്കുന്നത്? രാജ്യത്ത് GST സംവിധാനം കൊണ്ടുവന്ന് സമ്പൂർണമായ നികുതി അടച്ചുകൊണ്ട് രാജ്യത്ത് കച്ചവടം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നികുതി അടയ്ക്കാത്ത, കൈക്കൂലി കൊടുത്ത് നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഉൽപാദന സ്ഥലത്തു നിന്നും കേരളത്തിലേക്ക് വരുന്നൊരു സാധനം ഇവിടുത്തെ ഒരു മുസ്ലിം വ്യാപാരി കച്ചവടം ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ലാഭം ഇസ്ലാമിക വിശ്വാസപ്രകാരം ഹറാമാണ്. അപ്പൊ ഹറാം അല്ലാതെ ഹലാലായി കച്ചവടം നടത്താനുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടാക്കി കൊടുത്ത പോലും നരേന്ദ്രമോദിയാണ് എന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുസ്ലിം സമൂഹവും BJPക്ക് ഒപ്പം നിൽക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന്റെ സമീപനം അത് പത്മജ വേണുഗോപാൽ മാത്രം പറഞ്ഞതല്ല, നിങ്ങളുടെ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ രാമക്ഷേത്രത്തെ തള്ളിപ്പറയുന്നു, ജയ് ശ്രീരാമനെ നിങ്ങൾ തള്ളിപ്പറയുന്നു, രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്തൊക്കെ ഹിന്ദു വിശ്വാസികളെ ആക്ഷേപിക്കുന്നു, ജയ് ശ്രീരാമനെ ആക്ഷേപിക്കുന്നു. ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് കിട്ടുമെന്ന് തോന്നുന്നുവോ ആ സമയത്തൊക്കെ പൂണൂലിട്ട് അമ്പലത്തിൽ പോകും രാഹുൽ ഗാന്ധി. അല്ലാത്ത സമയത്ത് ഹിന്ദു വിശ്വാസങ്ങളെ തള്ളിപ്പറയും. രാമന്റെ അസ്തിത്വത്തെ പോലും കോടതിയിൽ പോയി രാമൻ ജീവിച്ചിട്ടില്ല എന്ന് അഫിഡവിറ്റ് കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ശ്രീ B. ജയരാജ്, ഒരിടത്ത് ചന്ദനക്കുറിയാണ് നിഷിദ്ധമെങ്കിൽ നമുക്കറിയാം കൈകൂപ്പുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷവും ഒട്ടും മോശമല്ല. അമ്പലത്തിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് വരെ പറഞ്ഞു പഠിപ്പിച്ചാണ് പാർട്ടി ക്ലാസ്സിൽ നിന്നും വിടുന്നത്. പ്രീണനം അവിടെയും ഉണ്ടല്ലോ യഥേഷ്ടം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് പൊതുവേ ഒരു ധാരണയുണ്ട്, കമ്മ്യൂണിസ്റ്റുകളെല്ലാം നിരീശ്വരവാദികളാണ്, യുക്തിവാദികളാണ്, ഈശ്വര നിഷേധികളാണെന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ അവനവൻ്റെ റിലീജിയന് വിശ്വസിക്കാനും അവനവന് താല്പര്യമുള്ളതിനെ ആരാധിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം പാർട്ടി സാധാരണഗതിയിൽ എല്ലാവർക്കും നൽകാറുണ്ടെന്ന് തന്നെയാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഈ മതനിരാസം ഉള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറിയെന്നിരിക്കും. പക്ഷേ എല്ലാ ആളുകളും അങ്ങനെയല്ല.
എല്ലാ ആളുകളും അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് EMS വരെ EMSന്റെ ഭാര്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ പോയി നിന്ന ഒരാളാണ് EMS. അപ്പോൾ അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഓരോരുത്തരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ ഉള്ളത് പക്ഷേ അത് കോന്നി ഒരുപക്ഷെ എംഎൽഎയോട് അത് വിശദീകരണം എഴുതപ്പുറങ്ങൾ ചോദിച്ചിരുന്നു. വായിച്ചെടുക്കുന്നതാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യക്ഷമായിട്ട് അത് ഞാൻ കേട്ടില്ല, ആ വിശദീകരണം ഞാൻ കേട്ടില്ല എന്താണെന്നുള്ളത്. ആ ഡീറ്റെയിൽ എനിക്കറിയില്ല. സാധാരണഗതിയിൽ അങ്ങനെ പ്രകടമായി അങ്ങനെയൊന്നും ആരും ഇതൊരു ഒരു നിർദ്ദേശങ്ങളും കേട്ടിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. ശരി, അങ്ങനെയാണ്. ശ്രീ സേനാപതി വേണു, എന്തായാലും BJP-യിലേക്കുള്ള ഒഴുക്കിങ്ങനെ തുടരുകയാണ്. ഈ ഒഴുക്ക് ഏത് വിധേനയും തടഞ്ഞേ പറ്റൂ. അതിനുള്ള അവസാനവട്ട ശ്രമങ്ങളും മാർഗങ്ങളും എന്തായിരിക്കും ഇനി? ഈ എവിടെയാ രോഹിണി ഈ ഒഴുകുന്നത്? ഇത് കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. ഈ 1, 2, 3, 4, 5 അതിനപ്പുറത്തേക്കുള്ളത് നിങ്ങളൊന്ന് പറ. ഈ ഒഴുകുന്നവരുടെ എണ്ണം ഒന്ന് പറ. അത് ഞങ്ങൾക്കും കൂടെ ഒന്ന് ബോധ്യപ്പെടണമല്ലോ ഈ ഒഴുകുന്നവരുടെ എണ്ണം. അങ്ങനെയൊന്നും ഒഴുകില്ല. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് സന്ദീപ് മറുപടി പറഞ്ഞില്ല. സന്ദീപ് ഇനിയും ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. സന്ദീപ് പറഞ്ഞു ആ കാര്യത്തിനൊന്നും എനിക്ക് വിരോധമില്ല, ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ച എൻ്റെ ചോദ്യം സന്ദീപെ, ഈ എന്താ പറഞ്ഞ പാർലമെന്റിൽ പാസ്സാക്കിയ ബില്ല് 2023 അവസാനം പാസ്സാക്കിയ ബില്ല് എന്റെ 24 തെരഞ്ഞെടുപ്പിൽ ഇംപ്ലിമെന്റ് ആകാൻ പറ്റുന്നില്ല. ഇനി 2, അങ്ങ് അറിയേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ആകെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ 140 MLA-മാരായി. വേണു, അത് സാധിക്കില്ല. അതെങ്ങനെ സാധിക്കുന്നത്? ഒരു മിനിറ്റ് ശരി, അല്ല, അത് സാധിക്കുമായിരുന്നു. താങ്കൾക്ക് അതിനെ കുറിച്ചുള്ള ധാരണ കുറവാണ്. താങ്കൾക്ക് അതിനെ കുറിച്ച് ധാരണ കുറവാണ്. കഴിയില്ല. ഡീലിമിറ്റേഷൻ കഴിയാതെ, പുതിയ സെൻസസ് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ കഴിയാതെ വനിതാ സംവരണ ബില്ല് ഇപ്പൊ ഈ ഇലക്ഷനിൽ സാധിക്കില്ല. അത് നിയമപരമായി സാധിക്കില്ല. ഇത്രയും കാലം വനിതാ സംവരണ ബില്ല് അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ്. ഞങ്ങൾ അത് കൊണ്ടുവന്ന് പാസ്സാക്കി. അടുത്ത ഇലക്ഷനിൽ വരും. അത് നിയമപരമായി സാധിക്കൂ. അല്ല, ഞാൻ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഇതിനെ കുറിച്ച് ധാരണയില്ലെങ്കിൽ ദയവേത് വേണു ഇങ്ങനെ പറയല്ലേ. ആയിക്കോട്ടെ. അല്ല, എന്റെ ധാരണ കുറവ്. നടപ്പിലാക്കാൻ കഴിയില്ല എന്നല്ല, ഡീലിമിറ്റേഷൻ കഴിഞ്ഞാൽ നടപ്പിലാക്കും. അതിന് നിയമം വേണ്ടേ? വനിതാ സംവരണം നടപ്പാക്കാൻ നിയമം വേണ്ട. ആ നിയമമാണ് പാർലമെന്റിൽ പാസ്സാക്കിയത്. നിങ്ങൾ എന്തായി പറയുന്നത്? നിയമം വേണ്ടേ? നിയമം പാസ്സാക്കണ്ടേ? നിങ്ങൾ വനിതാ സംവരണ ബില്ല് എതിരാണോ? നിങ്ങൾ ഷാനിമോൾ ഉസ്മാൻ എതിരാണോ? നിങ്ങൾ വനിതാ സംവരണ ബില്ല് എതിരാണോ? അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു നിയമം പാസ്സായി വേണോ? നിങ്ങൾ എന്താണ് എന്തായാലും നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ദയവായി ക്ഷമിക്കുക, ഞാനൊന്ന് ഇടപെടുകയാണ്. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും BJP-യിലേക്കുള്ള കോൺഗ്രസിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുടെ ഒഴുക്കിങ്ങനെ തുടരുകയാണ്. വലിയ രീതിയിൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.